പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ താസ താസ സസ്ത സസ്ത എന്ന ഒരു മനോഹരമായ പദ്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പച്ചക്കറി കൊണ്ടുപോയി വിൽക്കുന്ന ആ സമയത്തുള്ള ഒരു പാട്ട് അല്ലേ? ഈ പാട്ടിൽ നമ്മൾ ഒരുപാട് തർക്കാരിയും കെനാം പച്ചക്കറികളുടെ പേരുകൾ ഈ പാട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ തർക്കാരികളുടെ പേരുകൾ മനസ്സിലായിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിലെ ആദ്യത്തെ പ്രവർത്തനം. സർഗർമി 1. ഇസ് നസ്മ കോ ഗൗർ സെ പഠിയേ. നിങ്ങളെല്ലാവരും ഈ പാട്ടിനെ ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു നോക്കൂ. नीचे दिए गए तस्वीरों के नाम लिखिए. താഴെ കൊടുത്തിട്ടുള്ള പച്ചക്കറികളുടെ പേര് എഴുതുക എന്നാണ് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ ഈ പാട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ തസ്വീർ നോക്കി ഈ തസ്വീർ ഇത് എന്തിൻ്റെ പേരാണ് എന്ന് കണ്ടെത്താൻ കഴിയും. എന്തൊക്കെയാണ് അവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ 1 2 3 4 5 8 ചിത്രങ്ങൾ കാണാൻ പറ്റും. 8 ചിത്രങ്ങൾ. ഒന്നാമത്തെ ചിത്രം ഒരു പാവക്കയുടെ അല്ലെങ്കിൽ കൈപ്പക്കയുടെ ചിത്രമാണ്, കൈപ്പയുടെ ചിത്രമാണ്. രണ്ടാമത്തേതോ ഗാജർ, 3 വെണ്ടക്ക, 4 തക്കാളി, 5 വഴുതന, 6 ചീര, 7 ലെമൺ ചെറുനാരങ്ങ ആൻഡ് ലാസ്റ്റ് ബീറ്റ്റൂട്ട്. എന്താണ് അതിൻ്റെ പേരുകൾ? ഉറുദു പേരുകൾ. ഏതാ പേരുകൾ? കരേല അല്ലേ? ക്യോ നഹി ലായേ ആജ് കരേല എന്ന് പാട്ടിൽ ചോദിക്കുന്നുണ്ടല്ലോ. കരേല, കൈപ്പക്ക. ഗാജർ പാട്ടിലുണ്ടാവും അല്ലേ? ക്യാരറ്റ്. പിന്നെയോ ഭിണ്ടി പറഞ്ഞാൽ വെണ്ടക്ക, ഭിണ്ടി വെണ്ടക്ക. പിന്നെയോ ടമാട്ടർ തക്കാളി. അതുപോലെ ബേഗൻ വഴുതന. പാലക്ക് ചീര. ലെമൺ അല്ലേ? ചെറുനാരങ്ങ. ആൻഡ് ലാസ്റ്റ് ചുക്കന്ദർ ബീട്രൂട്ട്. ചുക്കന്ദറാണ് ബീട്രൂട്ട്. എന്താണ് ഇവയുടെ ഈ പച്ചക്കറികളുടെ പ്രത്യേകതകൾ? പച്ചക്കറിയുടെ പ്രത്യേകത പറഞ്ഞാൽ ചിലത് ചടുത്തടിച്ചതാണ്, ചെറുതാണ്, വലുതാണ്, അങ്ങനെയല്ല. അതിനപ്പുറം സ്വന്ത് തർക്കാരിയ മിട്ടി കെ അന്തർ ഉഗിനെ വാലെ. മിട്ടി കെ അന്തർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ. മിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ് അല്ലേ? അപ്പോൾ മിട്ടി കെ അന്തർ എന്ന് പറഞ്ഞാൽ മണ്ണിന് ഉള്ളിൽ ഉണ്ടാകുന്നവ. മിട്ടി കെ ബാഹർ ഉഗിനെ വാല, മിട്ടിയുടെ പുറത്ത് വിളയുന്നവ. മിട്ടിയുടെ ഉള്ളിലും മിട്ടിയുടെ പുറത്തും വിളയുന്നവയുണ്ട് അല്ലേ? സാധാരണഗതിയിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയും എന്താണ്? മിട്ടിക്ക് അന്തർ ഉഗിനെ വാലയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ മിട്ടിക്ക് അന്തർ ഉഗിനെ വാലയാണ്. മിട്ടിയുടെ ബാഹറിൽ പിന്നെ സാധാരണ നമ്മൾ ചെടികളിൽ അല്ലെങ്കിൽ വള്ളികളിൽ പടർന്ന് പിടിച്ചുണ്ടാവുന്നതൊക്കെ മിട്ടിക്ക് ബാഹർ ഉഗിനെ വാലയും ആകുന്നു. അപ്പോൾ ഏതൊക്കെയാണ് മിട്ടിക്ക് അന്തർ ഉഗിനെ വാല, ഏതൊക്കെയാണ് മിട്ടിക്ക് ബാഹർ ഉഗിനെ വാല എന്ന് തരംതിരിച്ചെഴുതാനുള്ള പ്രവർത്തനമാണ് അടുത്ത പ്രവർത്തനം. അപ്പോൾ ഇത് നമുക്ക് എഴുതാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? അത് നമുക്ക് മിട്ടിക്ക് അന്തർ നമുക്ക് എഴുതാം, ഉള്ളിലുള്ള നമുക്ക് എഴുതാം. ഏതൊക്കെയാ? ആലു ഉരുളക്കിഴങ്ങ്. പിന്നെ ഏതൊക്കെയാ? ഗാജർ ക്യാരറ്റ്. പിന്നെയോ ചുക്കന്ദർ ബീട്രൂട്ട്. പിന്നെയോ മൂലി പറഞ്ഞാൽ മുള്ളങ്കി. ഇതൊക്കെ നമ്മളെ പാട്ടിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഉള്ളികൾ എഴുതാൻ പറ്റും അല്ലേ? വല്യുള്ളി, അതുപോലെ വെള്ളുള്ളിയൊക്കെ എഴുതാൻ പറ്റും. വല്യുള്ളിക്ക് എന്താ പറയുക? പിയാസ് എന്നാണ് പറയുക. മനസ്സിലാക്കുക, എന്താണ് പറയുക? പിയാസ്. ഇനി വെളുത്തുള്ളിക്ക് എന്ത് പറയും? ലഹസൻ എന്നാണ് വെളുത്തുള്ളിക്ക് പറയാം. അപ്പോൾ ഇവയെല്ലാം മണ്ണിന് താഴെ, മണ്ണിന് അടിയിലുണ്ടാവുന്നവയാണ്. ഇനി ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്ന മിർച്ച്, ടമാട്ടർ അല്ലേ? മിർച്ച്, ടമാട്ടർ,
കരയില, ഈ ഭിണ്ടി ഇവയൊക്കെ എന്താണ് മണ്ണിന് പുറത്തുണ്ടാവുന്നവയാണ്. ഗോപി അല്ലേ, ബന്ധുഗോപി, പൂലുഗോപി, പിന്നെ പാലക്ക്, ഇവയെല്ലാം മണ്ണിന് മുകളിൽ ഉണ്ടാവുന്നവയാണ്. ഈ രണ്ട് വളരെ സിമ്പിളായ ലളിതമായ രണ്ട് പ്രവർത്തനങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ കാര്യങ്ങളും അടുത്ത ക്ലാസ്സിലെ പ്രവർത്തനമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുക്രിയ. ഖുദാ ഹഫീസ്.